സ്റ്റുഡൻസിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കുക. പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ട് ഒന്നുമല്ല നിൽക്കേണ്ട ഒരു. അപ്പോൾ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഇതിൽ ആരിടപെടണം? പൈസ ഉള്ളവർക്ക് മാത്രം ഇവിടെ പഠിച്ചാൽ മതി. ഗവൺമെൻറ് ചെവിയും പൊത്തിയിരുന്ന ആരിനുള്ള മറുപടി കൊടുക്കും? വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് മാപ്പ് പറഞ്ഞ് ആ കുട്ടിയുടെ രക്ഷാർത്ഥാക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം. കാശുള്ളവർ മാത്രം പഠിച്ചാൽ എന്നുള്ള ഗതി അത് ശരിയല്ല. മിനിസ്റ്റർ ആകുമ്പോഴത്തേക്കും മിനിമം ഒരു ഡിഗ്രി എങ്കിലും യോഗ്യത വേണം. പാവപ്പെട്ടവൻ്റെ മക്കൾ ഇപ്പോഴും പാവപ്പെട്ടത് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവാൻ തന്നെയാണ് ഇപ്പോഴത്തെ സമരം. നമസ്കാരം. രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത്, രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ്. അവർ വിളിക്കുന്നത് മുദ്രാവാക്യങ്ങളല്ല, ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള അട്ടിമറി ശ്രമമല്ല. അവർ പറയുന്നത് ആശങ്കകളാണ്, വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ആശങ്കകൾ. അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ, കുട്ടികളുടെ ഭാവിയുടെ തലമുറയെ പറ്റിയുള്ള ആശങ്കകളാണ് അവർ ഉയർത്തുന്നത്. പരീക്ഷാ ചോദ്യപേപ്പറിലെ ക്രമക്കേടുകളെപ്പറ്റി, പരീക്ഷ നടത്തിപ്പിന്റെ സുതാര്യതയെപ്പറ്റി, അങ്ങനെ അവർക്ക് ഒട്ടനവധി ആശങ്കകളുണ്ട്. ഭരണകൂടം നിശബ്ദമായിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തോടെ ഇന്ത്യ കണ്ട ഏറ്റവും വ്യത്യസ്തമായ ഒരു സമരത്തോടുകൂടി അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയരുകയാണ്. ഭരണകൂടം ഇപ്പോഴും നിശബ്ദമായിരിക്കുമ്പോൾ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. എന്താണ് സമൂഹത്തിന് പറയാനുള്ളതെന്ന്? ഇത് വിദ്യാർത്ഥികൾ നടത്തുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ, അതോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള സമരമാണോ? സമൂഹത്തിന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ തലസ്ഥാനത്തേക്ക്, തെരുവുകളിലേക്ക് ഇത്തരം ചോദ്യങ്ങളുമായി ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജന്തർ മന്ദറിൽ ഇത്രയും ഇഷ്യൂസ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതുതലമുറയ്ക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നുള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. നമുക്കൊരാളോട് ചോദിക്കാം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് സൂരജ്. ഓക്കെ, പറയൂ. ഈ നീറ്റിൻ്റെ ഇഷ്യൂ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ എന്തായാലും നിൽക്കണം. സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായാലും അപ്ഡേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു പേര് പറഞ്ഞിട്ട് ബാക്കി പൊളിറ്റിക്കലി എന്താ പറയുക, ഇപ്പം ഹിന്ദുക്കളെ പറ്റി പറയുന്നതും പല രീതിയിൽ വേറെ ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അഫ്സൽ ഗുരുവിൻ്റെ കാര്യം, അങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റി ആൻറ്റി നാഷണൽസിനെ പൊക്കിക്കൊണ്ടുവരണം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റുഡൻസിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ അത് സ്റ്റുഡൻസിന് വേണ്ടി സംസാരിക്കുക, അല്ലാതെ ബാക്കി പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഇതുമില്ല. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു ബാനറിൽ സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു വേദിയെ മിസ്യൂസ് ചെയ്യൽ, സ്റ്റുഡൻസിന് വില കൊടുക്കണം എന്നാണ് എനിക്കുള്ള ഒരു താല്പര്യം, എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്നവരുടെ തരത്തിൽ നിന്നാണോ അങ്ങനെ വരുന്നത്? ഈ ഭരണകൂടത്തിന്, നമ്മുടെ മോദി സർക്കാരിനെയാണല്ലോ അവർ പറയുന്നത്, അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ? അപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങളൊരു തീരുമാനം, നിങ്ങളൊരു പരിഹാരം ഉണ്ടാവണമല്ലോ ഇതിനെന്താണെങ്കിലും? ഇപ്പം നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വെറും ബാഡാണ്. മോദി സർക്കാർ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കും കുറച്ച് ഫ്ലോ ഉണ്ട്. ആ റൈറ്റ് ആയിട്ടുള്ള ഫ്ലോ കാണിച്ചു കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടൊരു ഒപ്പോസിഷൻ ഇല്ല. ഇപ്പോൾ CJP ഒക്കെ വന്നപ്പോൾ ആ റൈറ്റ്സ് അതിനെ കാണിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ നല്ല കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് അവരൊരു പൊളിറ്റിക്കൽ വേദിയായിട്ട് എടുത്തിട്ട് ഇപ്പം ബാക്കിയുള്ള അണഞ്ഞടക്കുന്ന പാർട്ടിക്കാർ അതിനെ ഒരു ചൂഷണം ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ സ്റ്റാൻസ് തന്നെ സ്റ്റുഡൻസിൻ്റെ ഇവിടെ നിങ്ങൾ നിൽക്കണം, അല്ലാതെ ബാക്കി സംസാരിച്ചിട്ടും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടും ഒന്നുമല്ല നിൽക്കേണ്ട. ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലായിരുന്നോ? മാധ്യമപ്രവർത്തകരെ കയറി പിടിക്കുന്നു, കാറൊക്കെ തല്ലി പൊട്ടിക്കുക, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. മര്യാദയ്ക്ക് സ്റ്റുഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അല്ല ബാക്കി പൊളിറ്റിക്കൽ മെസ്സേജ് അല്ലെങ്കിൽ ബാക്കി റിലീജിയനെ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ റിലീജിയൻ ഇല്ല, നമ്മുടെ മറ്റൊരു പൊളിറ്റിക്കൽ ഇതും ഇല്ലാതെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക അതിനൊരു പക്ഷെ നമ്മുടെ ഇപ്പോൾ മോദി സർക്കാർ ആണെങ്കിലും ഇതിനെതിരെ ഒരു റിയാക്ഷനും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത് റീസെൻ്റ്ലി അവർ നീറ്റിൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലുള്ള ഒരു പക്ക ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞൊരു അഭിപ്രായം അവർ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ വേണ്ടി അവർ രാജി എന്തായാലും വെക്കാൻ പോകുന്നില്ല. കാരണം ഒരു ഗവൺമെൻറ് വീക്കാണെന്ന് കാണിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ വേറൊരാളെ അവർ സൈഡിൽ നിന്ന് വളർത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ പാരലൊരു മന്ത്രിയെ കൊണ്ടുവരിക, അല്ലാതെ ഈ പേര് പറഞ്ഞ് രാജിവെച്ചാൽ നമ്മുടെ നാഷണലി നമ്മുടെ ഒരു മുഖം മാറുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റല്ലേ തന്നല്ലോ. അപ്പോൾ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഇതിൽ ആരിടപെടണം? ഇത്രയും പിള്ളേരെ അടിയും കൊണ്ട് വഴക്കും കൊണ്ട് അവരെ ചവിട്ടിക്കൊന്ന്. ഇപ്പം പൈസ ഉള്ളവർക്ക് മാത്രം ഇവിടെ പഠിച്ചാൽ മതിയാ? പൈസ ഉള്ളവർ മാത്രം പഠിക്കാനാണെങ്കിൽ പിന്നെ അവർ വേറെ വല്ലതും നോക്കി പൈസ കൊടുത്തല്ലോ എവിടെയെങ്കിലും ജോലി വാങ്ങണം. അല്ലാതെ പാവപ്പെട്ടവർ പഠിക്കണതോ അല്ലെങ്കിൽ ഒരു ഗതിക്കെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും ഒരു ടൈമിൽ ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ കഷ്ടപ്പെട്ടിരുന്ന് കുത്തിയിരുന്നൊക്കെ പഠിച്ച്. അപ്പോൾ ആ പഠിച്ച അവരെ പഠിപ്പിനെ മുടക്കിക്കൊണ്ട് പൈസ കൊണ്ട് എന്ത് നേടാന്നുള്ള രീതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട കൊച്ചുങ്ങളെ ചവിട്ടി ഇടിച്ച് അവരെ പേരൻസിനെയും ചവിട്ടി ഒരു ബന്ധവുമില്ലാതെ ഗവൺമെൻറ് ചെവിയും പൊത്തിയിരുന്ന ആരിനുള്ള മറുപടി കൊടുക്കും? 21 കുട്ടികൾ അവർ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച സമയം അവർ എത്ര നാളുണ്ടായിരിക്കും, ഹാർഡ് വർക്ക് ആയിരിക്കും അവരത്. ഇപ്പം നമുക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ എന്തുമാത്രം പാടുണ്ടെന്നറിയാം ഈ സമൂഹത്തിൽ. അപ്പം അവരവരെ കരിയർ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് സപ്പോർട്ടിൽ പിന്നെ ആര് നിൽക്കണം? പഠിപ്പിക്കാനേ അവർ നോക്കണില്ല, ഒന്നും ചെയ്യണില്ല. പഠിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ലോണ്, ഒരു വീട്ടിൽ നിന്ന് ഒരു ലോൺ, ഒരു 2 ലക്ഷം രൂപ ലോൺ പഠിക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് തന്നെ തിരിച്ച് അതിൻ്റെ 4 ലക്ഷം ആയിട്ട് തിരിച്ചടക്കേണ്ടി. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ പഠിച്ച ആൾക്കാർ നേടണ ഇതിനെ പോലും തടസ്സപ്പെടുത്തി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി അത് പണക്കാർക്ക് വേണ്ടി ആ പണക്കാർ ജയിച്ചുകൊണ്ട് പോട്ട്, പണക്കാർ ഇതായിക്കൊണ്ട് പോകും. അങ്ങനെ നോക്കണ സൊസൈറ്റി വെറും അഴുക്ക സൊസൈറ്റിയാണ്. നമ്മളെ ഈ ഇന്ത്യയെ ഇത്രയും തരം താഴ്ത്തിക്കൊണ്ട് പോണത് നമ്മളെ മന്ത്രി എല്ലാവരും തന്നെ. അപ്പം ഇതിനൊക്കെ ഇതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതിന് ആര് കൊടുക്കും? നമ്മളെ പോലെയുള്ള ജനങ്ങൾ ഇത്രയും നിന്ന് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. നമുക്ക് അവർ പോയി നിന്ന് അടി വാങ്ങാൻ നമുക്ക് പറ്റൂല, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അപ്പം ഇതിന് മുൻഗണന എടുത്ത് നിൽക്കേണ്ട ആൾക്കാരുണ്ട്. അവർ ചെവിയും പൊത്തി കണ്ണും പൊത്തി ഇരുന്ന ബാക്കിയുള്ളവർ ചത്ത് മരിച്ച് പോയി ആര് സപ്പോർട്ട് ചെയ്യും? ഇനിയിപ്പോൾ 21 കൊച്ചുങ്ങളായി, നാളെ ഒരു 50 പേരായി കഴിഞ്ഞാൽ ഇതിനും വലിയ വിപ്ലവമല്ലേ നടക്കാൻ പോകുന്നത്. നമുക്ക് സമരം ചെയ്യാൻ പറ്റും. സമരം ചെയ്ത് നമുക്കൊന്ന് സമരം ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ അടി കൊള്ളണതും വഴക്കൊള്ളണതും എല്ലാം അവരല്ലേ. അപ്പം ഇതിനു വേണ്ടി ഒറ്റ കാര്യമുള്ളൂ, ഗവൺമെൻറ് കണ്ണു തുറന്ന് ആ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. ഇല്ലെങ്കിൽ മരിച്ചുപോയ കുട്ടികളെ നിർത്തിക്കൊണ്ട് ഇനി ജീവനോടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. നേരത്തെ നീറ്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് മാത്രം എന്നപ്പോഴത്തേക്ക് അതിനെ മാറ്റി കേന്ദ്രത്തിൽ മൊത്തത്തിലാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരവസ്ഥയായി. കാര്യം നീറ്റ് എഴുതി എക്സാം എഴുതി വരുമ്പോഴത്തേക്ക് റാങ്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ പുറകിലോട്ട് പോകും. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് ആൾ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് അതിൽ കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതിൽ ഒരുപാട് പുറകെ പോയി. 25 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ റാങ്കിൽ കയറുകയെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് 2 വർഷമൊക്കെയാണ് ഓരോ കുട്ടികളിൽ കഷ്ടപ്പെട്ട് എക്സാം എഴുതാൻ പോയത്. ആ എക്സാം എഴുതാൻ പോയ കുട്ടികൾക്കൊന്ന് ഡോക്ടറേറ്റ് കിട്ടിയില്ലെന്നൊന്നും ആലോചിച്ച് നോക്കണം. അതിൻ്റെ വിഷമമൊന്നും ആലോചിച്ച് നോക്കണം. രക്ഷാർത്ഥാക്കായിട്ടുള്ള കുട്ടികളുള്ള രക്ഷാർത്ഥാക്കാൻ അതിൻ്റെ വിഷമം ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് 100% വിഷമം ഉണ്ടാകും. കാര്യം അത്രയ്ക്കാണ് ഈ കുട്ടികൾ കഷ്ടപ്പെടുന്നത്. കാര്യം ഉറക്കമൊഴിച്ചിരുന്നാലും ഒരേ സെൻട്രലിൽ പോയി പഠിക്കാൻ പോയി, പാലയിലായിരുന്നാലും ബ്രില്യൻ്റായിരുന്നാലും എവിടെയായിരുന്നാലും പഠിക്കാൻ പോയി 1 വർഷം പോയി എഴുതിയിട്ട് വന്നപ്പോഴത്തേക്ക് 25,000 മേളിൽ റാങ്ക് കൊല്ലത്തിന് അതൊരു വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയി വന്നിട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നും ആലോചിച്ച് നോക്കണം. അതിനെതിരെ നമ്മൾ ഇത് തന്നെയാണ്. കാര്യം ഇല്ല ഒന്നും പറയില്ല. രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല, വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളെ ദ്രോഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഈ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചത്ത് വന്നപ്പോൾ കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ രക്ഷാർത്ഥാക്കളെ വിഷമമൊന്നും ആലോചിച്ച് നോക്കണം. ഇത്രയും 2 വർഷം കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ വിഷമം. അതിനെക്കുറിച്ച് നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല, അല്ലാതെ കുട്ടികളുടെ സൈഡാണ് നമ്മൾ, പഠിക്കുന്ന കുട്ടികളുടെ സൈഡ്. സമരം ചെയ്യുന്ന ആ കുട്ടി അവർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണല്ലേ നമ്മൾ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതിനൊരു കാര്യം ഇപ്പോൾ നേപ്പാളിലാണ്, ശ്രീലങ്കയിലാണ്, എല്ലായിടത്തും വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങിയ എന്തിനാണ്? അവരുടെ പഠന കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പിന്തുണ കൊടുത്താൽ വേറെ രാഷ്ട്രീയപരമായിട്ടായിരിക്കാം. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ അത് ശരിക്കും തെറ്റാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് മാപ്പ് പറഞ്ഞ് ആ കുട്ടികളുടെ രക്ഷാർത്ഥാക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. നാളെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എല്ലാ രക്ഷാർത്ഥാക്കും കുട്ടികളുടെ ഭാവിയാണ് നോക്കുന്നത്. അവരെ വയറ് മുറുക്കി പിടിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. ആ എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴത്തേക്ക് ആ എൻട്രൻസ് എഴുതി വലിയ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും എഴുതാത്ത കുട്ടികളെ റാങ്കിൽ കയറി വരിക എന്നുള്ളത് അത് ഭയങ്കര തെറ്റാണ്. അത് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ആ വിദ്യാഭ്യാസം. കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത്, ഞാൻ ഗേറ്റ് എഴുതുന്ന സമയത്ത് എംടെക്കിന് ഗേറ്റിന് പോകുന്ന സമയത്ത് നേരത്തെ അന്ന് 40,000 രൂപ ഉള്ളായിരുന്നു ഒരു സെമസ്റ്ററിന്. 4 സെമസ്റ്റർ കൂടെ 1,60,60,000 രൂപ. അതിന് 13,000 സംതിങ് രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുമായിരുന്നു മാസം. ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു സെമസ്റ്ററിന് 2 ലക്ഷം രൂപയ്ക്ക് ഇതെടുത്ത് കളഞ്ഞു. അപ്പോൾ ആ കുട്ടികളുടെ വിഷയം. അപ്പോൾ കാശുള്ളവർ മാത്രം പഠിച്ചാൽ എന്നുള്ള ഗതി അത് ശരിയല്ല. കേന്ദ്ര ഗവൺമെൻറ് ബാക്കിയുള്ള കുട്ടികളും പഠിക്കണ്ടേ?
എംടെക്കിന് പോണ ഒരു കുട്ടിക്ക് ആൾ ഇന്ത്യയിൽ പോണ കുട്ടിക്ക് 13,000 രൂപ ശൈവനും കിട്ടി 40,000 രൂപ ഒരു സെമസ്റ്ററിന് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഒറ്റയടിക്ക് 2 ലക്ഷം രൂപയാക്കി ഇതും കടുത്ത് കളയുക എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നതിന് ഒറ്റ ഇതാണ്. എന്നിട്ട് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി ഞാൻ ഒരുപാട് കുട്ടികളെ കൊണ്ട് പാലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. തൃശ്ശൂർ കാർ ഓടിച്ച സമയത്ത് എൻട്രൻസിന് കോച്ചിങ് പഠിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോൾ MBBS പാസ്സായി, ഇപ്പോൾ MD പാസ്സായ കുട്ടികളും ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം നമ്മൾ കേട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. വികാരം കൊണ്ട് പറഞ്ഞതല്ല. കുട്ടികളുടെ ഭാവിയാണ് എല്ലാ രക്ഷാകർത്താക്കളും നോക്കുന്നത്. അത് നോക്കാം. ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചല്ല പറയണം. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ എന്ത് പറയുന്നത് അത് ഗവൺമെൻറ് കേൾക്കണമായിരുന്നു, സുരക്ഷിതമായി കേൾക്കണം. അത് ചെയ്തില്ല. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ രാജ്യത്ത് എല്ലാവരും ഇപ്പം പാവപ്പെട്ടവർക്കും പഠിക്കണ്ടേ. ഇങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചാൽ എത്ര പേരുടെ ജീവിതമാണ് ഉറക്കം ഇല്ലാതെ പഠിക്കുന്നത് അവർ. അപ്പം നമ്മൾ അതിന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. പിന്നെ ഈ സിസ്റ്റമൊക്കെ മാറ്റണം. ഇപ്പം ക്വാളിഫിക്കേഷൻ ഇപ്പം ഓരോ എക്സാമിന് ഇപ്പം നീറ്റ് എഴുതുന്നത് പോലെ ഈ ഓരോ മന്ത്രിമാർക്കും അതേ കണക്ക് അത്രയും കഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് അവരെ ആ സ്ഥാനത്തോട്ട് ഇരുത്താവും. അതായത് പിന്നെ നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസിനും ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു എക്സാം കാര്യമില്ലാതെ വെറുതെ 10ാം ക്ലാസ് കുസ്തിയും കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരണ്ട. വിദ്യാഭ്യാസത്തിന്റെ വില അറിയണം. എന്നാലും അവർക്ക് ഈ വില അറിയാം. കാരണം എത്ര കുട്ടികളാണ് ഉറക്കം ഇല്ലാതെ പഠിച്ചത്. അപ്പം അവർക്ക് 10ാം ക്ലാസ് തോറ്റ് അവർ വന്നിരുന്നിട്ട് അവർക്കൊരു മൈൻഡും ഇല്ല. അപ്പം അങ്ങനെ അവർക്കും പാടുള്ള രീതിയിലുള്ള എക്സാം ഇട്ടിട്ട് വേണം അവരും ഈ എന്താ പറയുക ഈ ഇതിന് വന്നിരിക്കാനുള്ളത്. മിനിസ്റ്റർ ആകുമ്പോഴത്തേക്കും മിനിമം ഒരു ഡിഗ്രി എങ്കിലും യോഗ്യത വേണം. അല്ലെങ്കിൽ ഇതേക്കണ കോമ്പറ്റീഷൻ എക്സാം എന്തെങ്കിലും നടത്തണം. അല്ലാതെ ഒരുമാതിരി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കയറിയിരുന്ന എന്താണ് അവർക്ക് വല്ലതും അറിയാവോ, വല്ലോ ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. അപ്പം ഇച്ചിരി ബോധമുള്ള ഒരാൾ മന്ത്രിയായിട്ട് വരണം, അത്ര തന്നെ. വിദ്യാർത്ഥികളെയാണ് അവർ അടിച്ചമർത്താൻ നോക്കുന്നത്. അവരുടെ ഭാവി ജീവിതം എങ്ങനെ ആക്കണമെന്നല്ല ചെയ്യുന്നത്. അവർ ഇപ്പോൾ പറഞ്ഞ ഇന്ന് ഒരു പദ്ധതി കൊടുത്തുന്ന പത്തനംതിട്ട ന്യൂസിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിൽ ഇതിന് വേണ്ടി ആക്ഷൻ എടുത്തു, അതിൽ ചിലരെ ഡിസ്മിസ് ചെയ്ത് എന്തോന്ന് കാണിച്ചു? ഒന്നും കാണിച്ചില്ല. പാവപ്പെട്ടവൻ്റെ മക്കൾ ഇപ്പോഴും പാവപ്പെട്ടത് തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവാൻ തന്നെയാണ് ഇപ്പോഴത്തെ സമരം. ആ സമരത്തിന് 101% ഞങ്ങൾ ദൃഢരാജ്യം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയത്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 3/4% ഇപ്പോൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നടക്കുന്ന സമരം രാഷ്ട്രീയവും ജാതിയും മതവും അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അത് ചിന്തിച്ചാൽ കൊച്ചുകളുടെ ജീവിതം ഇതായിപ്പോവും. അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരെ തല്ലി ചതച്ചല്ലോ അവിടെ. അപ്പൊ അത് രാഷ്ട്രീയമോ? രാഷ്ട്രീയത്തിൽ ഇവരെന്ത് കോൺഗ്രസ്സുകാർ എന്തിനു കയറി കടന്നു? അപ്പം BJP-യെ കാണിക്കുന്ന മുഴുവനും ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ് കാണിക്കുന്ന മുഴുവനും ശരിയെന്നും പറയാൻ പറ്റില്ല. ഇപ്പം കാണിച്ചതെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയം ചെയ്ത് ഡൽഹി പോലീസിനെ കൊണ്ടെല്ലാം വടിച്ച് ഇഴയ്ക്കുക എന്നെല്ലാം പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുമെന്ന് അതൊന്നും പിന്മാറില്ല. ഇതെല്ലാം അങ്ങനെ കോൺഗ്രസ്സുകാർ പിന്മാറുമെന്ന് BJP വിചാരിച്ചത് വെറും വിഡ്ഢിത്തരമാണ്. ഇന്ത്യ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടിയ കോൺഗ്രസ്സുകാർ ഒരിക്കലും BJP-യുടെ ഒരു ഇതിനും. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടല്ല, ജനങ്ങളോട് ആ വേദനകൾ നിറഞ്ഞ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എൻ്റെ കുട്ടിയെ എന്ന് അതിന് പൈസ ഉള്ളവർ മാത്രം മുൻപന്തി പോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതല്ല. ഇപ്പോൾ കയർ നാരായണൻ അദ്ദേഹം വളരെ ഇതായിരുന്നവനാണ്. പഠിച്ച് വലുതാകുമ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മുടെ അബ്ദുൽ കലാം. അദ്ദേഹം ബ്രാഹ്മണരുടെ ഇടയിലാണ് ജീവിച്ചത്. അവരുടെ സഹായങ്ങളുണ്ട്. അപ്പം ഓരോ മക്കളും ആ നിലയിൽ വരാൻ വേണ്ടിയാണ് അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നത്. അതിനെ കീഴ്പ്പെടുത്താൻ നോക്കിയാൽ ഒരിക്കലും അതിന് ഞങ്ങൾ ഇതല്ല. അതിനുവേണ്ടി ഈ സമരത്തിന് 101 ഐക്യദാർഢ്യം വിചാരിച്ച് ഞങ്ങൾ. രാജ്യതലസ്ഥാനത്ത് ഉയർന്നു കേട്ട പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഭാരതത്തിന്റെ നാനാതുറകളിലേക്കും പടർന്നു പിടിക്കുകയാണ്. ഇത് ഭരണകൂടത്തിനെതിരെയല്ല. അവർ പ്രതിഷേധിക്കുന്നത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനാണ്. മൗനം വെടിഞ്ഞ് ഭരണകൂടം ഇത് കേൾക്കേണ്ടതുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലർക്കും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ
അവസാനം പറയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവർ. അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത് ആശങ്കകൾ തന്നെയാണ്. വിദ്യാർത്ഥികളെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്. ഈ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ, ഉത്തരം പറയാൻ ഭരണകൂടം ബാധ്യസ്ഥരാണ്.